ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രാം തീയതി തന്നെ 6-ാം തീയതി അല്ലേ, ഓഗസ്റ്റ് 6-ാം തീയതി ആണെന്ന്. പക്ഷേ ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോൾ എന്താണെന്ന് കാരണം വെച്ചാൽ ദീപണ്ണിനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. എന്താണെന്ന് ദീപണ്ണ തന്നെ പറയും നിങ്ങളുടെ അടുത്ത് കേട്ടോ. ഒരു കുരു ഉണ്ടായതാ. എന്താ ചെയ്യണം എന്നിട്ട്? ഇത് കുറച്ച് പഴുപ്പ് കൂടുതലാണ്, അപ്പം ഒരു കുഞ്ഞു ഓപ്പറേഷൻ വേണം. അപ്പം ഞങ്ങൾ പോവുക, ഹോസ്പിറ്റലിൽ പോവുക. അപ്പം എന്താ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞതാ. നമ്മൾ 2 മാസം മുന്നേ ഒരു കുരു വന്നു. അത് ചോരക്കുരു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചോരക്കുരുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ മൊത്തം എടുത്തു. എന്നിട്ട് പിന്നെയും ആ മാസം കഴിഞ്ഞ് ആ പൊട്ടിയൊക്കെ പോയി. പിറ്റേ മാസം ആകുമ്പോൾ തന്നെ ഫസ്റ്റ് 21 ഈ മാസം 21-ാം തീയതി ആകുമ്പോൾ തന്നെ അല്ലേ, 21-ാം തീയതി ആകുമ്പോൾ തന്നെ ആ കുരു വീണ്ടും വന്നു. ഒറ്റ ദിവസം തന്നെ ആ കുരു വലുതായി പോയി. മാർട്ടിൻ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ചോരക്കുരുവല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷനാണ് 10-ാം തീയതി ആയിട്ട് നാളെ ഓഗസ്റ്റ് 7-ാം തീയതി. ഞാൻ ജൂലൈ മാസത്തെ കലണ്ടർ നോക്കി പോയി. ഓഗസ്റ്റ് 7-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ ആവും. അപ്പോൾ ഞങ്ങൾ ദീപന് 3 മണിയാകുമ്പോൾ അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ടൈം 2:20 ആയി. 2:30 നമ്മുടെ ഇവിടുന്ന് ബസ്സുണ്ട്, നേരെ അമ്പലയിൽ പോയി ഇറങ്ങും. അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകും, അഡ്മിറ്റ് ആവും. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കൊണ്ടുള്ള ഹോസ്പിറ്റലിലേക്കുള്ള സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ദീപൺ അങ്ങനെ നേരെ അവിടുന്ന് രൗദ്രകുട്ടീനായിട്ട് വീട്ടിലേക്ക് പോകും. ഇപ്പോൾ ദീപണിൻ്റെ കൂടെ ഞാനാണ് പോണത്. ഞാൻ പോയിട്ട് കുട്ടീനായിട്ട് അമ്മ 5:00 ഷോപ്പ് വിട്ട് വരും. അപ്പോൾ തന്നെ കുട്ടീനെ കൊടുക്കാനായിട്ട് ഞാൻ വരണം. വന്നിട്ട് കുട്ടീനെ അവിടെ ആക്കിയിട്ട് ഞാനൊന്ന് ഫ്രഷായിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകും. രാത്രി ദീപണിൻ്റെ കൂടെ ഞാനാണ് നിൽക്കണേ. അങ്ങനെ നാളെ രാവിലെ ആകുമ്പോൾ എപ്പോഴും ഓപ്പറേഷനുള്ള ടൈമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഉച്ചയ്ക്ക് ആവുന്ന ടൈമിലാണെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ വന്നിട്ട് കുളിച്ച് ഫ്രഷായിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ പോകും ചായയായിട്ട്. അങ്ങനെ ടൈമെന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ നോക്കാമെന്ന് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ രാവിലെ കുട്ടീനായിട്ട് വൈകുന്നേരം വരണം. ഒക്കെയാണ് ദീപണിൻ്റെ കൂടെ. പിന്നെ ഞാൻ തന്നെ വേണമെന്നാണ്. ദീപണിനാണെങ്കിൽ നല്ല പേടി, ഭയങ്കര ടെൻഷനാണ് ഇങ്ങനത്തോട്ട്. ഞാൻ പറഞ്ഞു എന്തിനാ ടെൻഷൻ, പേടിക്കാനൊന്നും വേണ്ട, സില്ലി മാറ്റർ. എല്ലാവർക്കും ഓരോരോ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരുടെ തിരിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു കുട്ടീനും കൂടി കാണിച്ചു കൊടുക്കാൻ നിൽക്കണം. ടാറ്റ എടുക്ക് പെണ്ണേ. ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഹോസ്പിറ്റലിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതി എടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും ഓരോരോ സബ്സ്ക്രൈബ് നമുക്ക് വിലപ്പെട്ടതാണ്. കാരണം ഏണിങ്സ് മാത്രം പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. പാഷനും ഏണിങ്സും കൂടി കിട്ടണം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ പകുതി ഉണ്ടെങ്കിൽ പകുതിയായിട്ട് കാണാം, ഇല്ലെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് നാളെ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. ദീപണ്ണിൻ്റെ എക്സ്റേയും ECG ഒക്കെ എടുത്തിട്ട് ദീപണ്ണിന് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വാർഡിൽ തന്നെ ECG ചെയ്തു, എക്സ്റേ ചെയ്തു. പിന്നെ ഇൻഷുറൻസിൻ്റെ അവിടെ സെറ്റാക്കി, ആധാറും ഇൻഷുറൻസ് കാർഡും കൊടുത്തിട്ട് അവിടെ സെറ്റായില്ലേ, അത് സെറ്റായി. ഇനി ഡോക്ടർ വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ മുന്നേ ഫിറ്റ്നസ് നോക്കണമല്ലേ, ഫിറ്റ്നസ് നോക്കാനുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ഡോക്ടറെ കണ്ടിട്ട് റൂമിലോട്ട് പോകണം. പിന്നെ റൂമിലിരിക്കുക. പിന്നെ കയ്യിൽ ട്രിപ്പിൻ്റെ സാധനം നീഡിൽ കുത്തും. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ടൈമിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലായിട്ട് കുറേ സിസ്റ്റർമാരും കുറേ പേഷ്യൻസൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മളിവിടെ ഫോണെടുത്ത് വർത്തമാനം പറയാൻ നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ലാബിൽ. അതാരാ? അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ലാബിൽ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അറിയാനൊക്കെ തുടങ്ങി. കുറേ പേര് ടൗണിൽ നിന്നൊക്കെ കണ്ടത് ഈ പെണ്ണിനെ കണ്ടാലൊക്കെ ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കുക. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.